Welcome to RK's Stories. താളം ഭാഗം 38. അടുക്കളയിൽ നിന്നുമുള്ള തട്ടുമുട്ടലും കേട്ടാണ് കാലത്ത് സ്റ്റെല്ല കുഞ്ഞമ്മ കണ്ണു തുറന്നത്. ജെസി തൊട്ടടുത്ത് തന്നെ ഉറങ്ങിക്കിടപ്പുണ്ട്. അവരെ റോസിന്റെ വീട്ടിൽ നിർത്തിയേച്ചും ജോൺ രാത്രി തന്നെ മടങ്ങിപ്പോയിരുന്നു. മുടി ഒന്നൂടെ അഴിച്ച് വാരി കെട്ടിക്കൊണ്ടവർ എഴുന്നേറ്റു. മുറിക്കുള്ളിൽ അപ്പോഴും ഇരുട്ടായിരുന്നു. തപ്പിപ്പിടിച്ച് ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടിട്ട് അവർ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം വെളുപ്പിന് 4 കഴിഞ്ഞതേ ഉള്ളൂ. റോസ് എന്തെങ്കിലും ആവശ്യത്തിനായി എഴുന്നേറ്റതായിരിക്കും എന്ന് ഓർത്തുകൊണ്ടാണ് അവർ അടുക്കളയിലേക്ക് ചെന്നത്. അവിടെ 2 അടുപ്പുകളിലായി വെച്ചിരിക്കുന്ന ചീനച്ചട്ടികളിലെ തിളക്കുന്ന എണ്ണകളിലേക്ക് ഉഴുന്നുവടയും സമൂസയും പെറുക്കിയിടുന്ന റോസിനെ കണ്ട് കുഞ്ഞമ്മ മൂക്കത്ത് വിരൽ വെച്ചു. എന്തോന്നാ കൊച്ചേ ഇത് വെളുപ്പിനെ? കുഞ്ഞമ്മയുടെ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കുഞ്ഞമ്മ ശബ്ദം കേട്ട് എഴുന്നേറ്റതാന്നോ? പോയി കിടന്നോ? സമയം 4 ആയുള്ളൂ. കയ്യിലിരുന്ന ചട്ടകം കൊണ്ട് ചീനച്ചട്ടികളിൽ കിടന്ന് മൊരിയുന്ന പലഹാരങ്ങൾ ഒന്നുകൂടി ഇളക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നീ ചോദിച്ചതിന് ഉത്തരം പറ. എന്തോന്നാ കാലത്തെ ഉണ്ടാക്കുന്നേ? ഇതിന്ന് ബേക്കറികളിൽ കൊടുക്കാനുള്ളതാ കുഞ്ഞമ്മേ. നീ ഒന്ന് പോയേ പെണ്ണെ. അവള് പലഹാരങ്ങൾ ഉണ്ടാക്കി ബേക്കറിയിൽ കൊടുക്കാൻ പോകുന്നു. ഇന്നിപ്പോ അതൊന്നും ചെയ്യണ്ട. അല്പം ദേഷ്യത്തോടെയാണ് കുഞ്ഞമ്മ അടുക്കളയിലേക്ക് കയറിയത്. റോസിന്റെ കയ്യിൽ നിന്നും അവരാ ചട്ടുകം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. കുഞ്ഞമ്മേ, ഇത്ര നാളും അരി വാങ്ങിയിരുന്നത് ഇതൊക്കെ കൊണ്ടാ. അതൊക്കെ പെട്ടെന്നൊരു ദിവസം അങ്ങ് നിർത്താൻ ഒക്കത്തില്ല. നമ്മൾ ഒരു ദിവസം പലഹാരങ്ങൾ കൊണ്ടേ കൊടുക്കാതിരുന്നാലേ നമ്മളെ വിശ്വസിച്ച് ഓർഡർ തന്നിട്ടുള്ള ബേക്കറിക്കാരുടെ കച്ചവടാ പോകുന്നേ. ഓ, ആ കച്ചവടം അങ്ങ് പോകുന്നേ പോവട്ടെ. നീ ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേ. കുഞ്ഞമ്മ വീണ്ടും അവരുടെ കയ്യിൽ നിന്നും ചട്ടുകം വാങ്ങാൻ ശ്രമിച്ചു. എന്തോന്നാ വെളുപ്പിനെ കുഞ്ഞമ്മയും മോളും കൂടെ അടുക്കളയിൽ കിടന്നൊരു ബഹളം? 2 പേരും കൂടി നോക്കുമ്പോ ജെസിയുണ്ട് അടുക്കള വാതിൽക്കൽ കണ്ണും തിരുമി നിൽക്കുന്നു. പിന്നെ അല്ലാതെ എന്തോ പറയാനാടി. നീ നോക്കിയേ, ഇവളത് വെളുപ്പിനെ എഴുന്നേറ്റ് കാട്ടുന്നത് കണ്ടില്ലേ? ചോദിച്ചപ്പോ പറയുക ബേക്കറികളിൽ കൊടുക്കാനുണ്ടെന്ന്. ഇന്നിപ്പോ ഇവൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മച്ചിയുടെ ശബ്ദത്തിലെ പരിഭവവും സങ്കടവും തിരിച്ചറിഞ്ഞ ജെസി അടുക്കളയിലേക്ക് കയറി. ഓട്ടമ്മച്ചി, ചേച്ചി പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. ചേച്ചിയും വല്യമ്മയും കൂടി സ്ഥിരമായിട്ട് ചെയ്തിരുന്നതല്ലേ? അവൾ റോസിനെ നോക്കി. ഞാനെന്താ സഹായിക്കേണ്ടത് ചേച്ചി? നീ ആ ഇരിക്കുന്ന സ്റ്റൗ കൂടി ഒന്നങ്ങ് കത്തിച്ചോ. എന്നിട്ട് ആ ഉണ്ണിയപ്പം ചുടാൻ നോക്ക്. റോസ് പറഞ്ഞത് കേട്ട് ജെസി 3ാമത്തെ സ്റ്റൗ കത്തിക്കാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ റോസെ നിനക്ക്? അപ്പാപ്പൻ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തൊക്കെ അങ്ങ് നോക്കി നടത്തിയാ പോരെ? സങ്കടം മാറാതെ കുഞ്ഞമ്മ വീണ്ടും പരിഭവിച്ചു. കഴിഞ്ഞ ദിവസം അമ്മച്ചിയോട് ഞാനിതേപ്പറ്റി സംസാരിച്ചതാ കുഞ്ഞമ്മേ. അമ്മച്ചി സമ്മതിച്ചതുവാ. അപ്പോഴാ. ഒരു നെടുവീർപ്പോടെ അവൾ പറഞ്ഞു വന്നത് നിർത്തി. നേരെ നോക്കാതെ കണ്ണു തുടച്ച അവളുടെ മുടിയിൽ കുഞ്ഞമ്മ മെല്ലെ തലോടി. നീ ഇങ്ങ് മാറു റോസെ, ഞാൻ ചെയ്യാം. വേണ്ട കുഞ്ഞമ്മേ, ഇതിപ്പോ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുഞ്ഞമ്മ വേണേ പോയി കുറച്ചു നേരം കൂടി കിടന്നോ. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും കുഞ്ഞമ്മയും അവരെ സഹായിക്കാൻ കൂടി. 3 പേരും കൂടി നിന്നതുകൊണ്ട് 5 മണി ആകാറായപ്പോഴേക്കും ഓർഡർ അനുസരിച്ച് അന്നേക്ക് കൊടുക്കാനുള്ള പലഹാരങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിരുന്നു. ചൂടാറാനായി മുറങ്ങളിൽ നിരത്തി വെച്ചിരുന്ന പലഹാരങ്ങളുമായി ഊണുമുറിയിലേക്ക് വരുമ്പോഴാണ് വരാന്തയിൽ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം റോസ് കേട്ടത്. മുൻവശത്തെ വാതിലിനോട് ചേർന്നുള്ള ജനാല വഴി അവൾ പുറത്തേക്ക് നോക്കി. വരാന്തയിലിരിക്കുന്ന കാശിയപ്പനോട് സംസാരിക്കുന്ന സേതുവേട്ടൻ. അവരെ 2 പേരെയും ശ്രദ്ധിക്കാതെ അരമതലിൽ ചാരി പാപ്പു ആശാന് ഇരിപ്പുണ്ട്. റോസ് അത്ഭുതത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. കാശിയപ്പൻ അവളെ കണ്ട് ചിരിച്ചു. ആ, മോൾ എഴുന്നേറ്റോ? കാശിയപ്പനും ഇന്നലെ പോയില്ലായിരുന്നോ? ഇല്ല, അതല്ലേ ഞാനും കാലത്തെ വന്നേ. സേതു പറഞ്ഞു. വെളുപ്പിന് അമ്പലത്തിൽ പോകുമ്പോ എന്റെ കൂടെ വരാറുള്ളതാണേ ആള്. ആണോ? എന്നാ ഞാനൊരു ചായ എടുത്തിട്ട് വരാം. റോസ് അകത്തേക്ക് പോകാൻ തുനിഞ്ഞു. ഏയ് വേണ്ട വേണ്ട. കാശിയപ്പൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. കാലത്തെയുള്ള എന്റെ കുളിയും ദേവാരവും ഒക്കെ അങ്ങ് അമ്പലക്കുളത്തിലാ. അത് കഴിഞ്ഞിട്ടേ എന്തേലും കഴിക്കാറുള്ളൂ കുഞ്ഞെ. അവരുടെ സംസാരത്തിനിടയിൽ പാപ്പു ആശാൻ എഴുന്നേറ്റു. എന്നാ ആശാൻ ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? അവൾ ചോദിച്ചു. ഞാൻ പോവാ. അത്രയും പറഞ്ഞിട്ട് അങ്ങേര് തിരിഞ്ഞു നോക്കാതെ ഒറ്റ നടത്തം. അവൾ ആ പോക്കും നോക്കി നിന്നു.
പണ്ടൊക്കെ എന്നോട് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിരുന്ന മനുഷ്യനാ. ഇന്നലെ രാത്രി ഇവിടെ അടുത്ത് കിടന്നിട്ട് പോലും ഒരക്ഷരം സംസാരിച്ചില്ല. വേലി കടന്ന് നടന്നു മറഞ്ഞ ആ മനുഷ്യൻ പോയ ദിക്കിലേക്ക് നോക്കി നിൽക്കെ കാശിയപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് അവൾ മുഖം തിരിച്ചു. കാലം വരുത്തി വെക്കുന്ന ഓരോ മാറ്റങ്ങളെ. കനം വെച്ച നിശബ്ദതയെ കാശിയപ്പൂപ്പന്റെ ശബ്ദം വീണ്ടും വഞ്ചിച്ചു. സേതുവേട്ടനും കാശിയപ്പൂപ്പനും ഇറങ്ങി വേലിക്കപ്പുറ വെച്ചിരുന്ന ബൈക്കിലേക്ക് കയറുന്നതും സ്റ്റാർട്ടായ ബൈക്ക് വേലി കടന്നു പോകുന്നതും നോക്കി നിന്ന റോസ് ഒരു നെടുവീർപ്പോടെ വീടിനകത്തേക്ക് കയറി. പലഹാരങ്ങൾ നിറച്ച പെട്ടി കൈനറ്റിക് ഹോണ്ടയുടെ പിന്നിലെ സ്റ്റാൻഡിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് ബിജുവിന്റെ വരവ്. നീ എന്താ ചക്ക കാലത്തെ? അവനെ കണ്ട് റോസ് ചോദിച്ചു. ഇന്ന് തൊട്ട് ബേക്കറിയിലെ പലഹാരങ്ങളെല്ലാം ഞാൻ കൊണ്ടേ കൊടുത്തോളാം ചേച്ചി. എന്തിന്? അവൾ ആശ്ചര്യപ്പെട്ട് അവനെ നോക്കി. ഇന്നലെ കടയിൽ വന്നപ്പോ ചേച്ചിയല്ലേ പറഞ്ഞത് കൂടെ എന്നോളാൻ. എടാ അത് അവനോട് എന്തു പറയുമെന്നോർത്ത് അവൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ ആ നിൽപ്പും നോട്ടവും കണ്ട് ബിജു എടുത്തു ചോദിച്ചു. എടാ ബിജു, അത് ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നത് നേരാ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കും അറിയാലോ. ഇനിയിപ്പോ അമ്മച്ചിയില്ലാതെ അതൊക്കെ ഏറ്റെടുക്കണമെന്ന് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. അയ്യോ, എന്റെ പൊന്നു ചേച്ചി ചതിക്കല്ലേ. അവൻ തലയിൽ കയ്യും വെച്ചുകൊണ്ട് അവളെ നോക്കി. ഇനി തൊട്ട് ചേച്ചിയുടെ കൂടെ കൂടാലെന്നോർത്ത് ഇന്നലെ പ്രജിത്തേട്ടനെ വാ നിറച്ച് ചീത്തയും പറഞ്ഞേച്ചുവാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി അങ്ങോട്ട് കയറി ചെല്ലാനൊക്കത്തില്ല. അവൾ മുഖം ചുളിച്ചു. നീ എന്തിനാ വേണ്ടാത്ത പണിക്കൊക്കെ പോയേ? ആ, അത് കൊള്ളാം. പിന്നെ എന്നെ കന്നന്തിരി വന്നേ അങ്ങേര് ചേച്ചിയോട് കാട്ടിയേ? അങ്ങേരെ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഇന്നലെ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചേ. പിന്നൊന്നും നോക്കിയില്ല. ആ പോട്ടെ, സാരമില്ല. തൽക്കാലം എന്തേലുമൊക്കെ പറഞ്ഞ് നീ അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ നോക്ക്. പിന്നെ ഇനി എന്റെ പട്ടി പോകും അങ്ങോട്ട്. അതും പറഞ്ഞിട്ട് അവൻ വരാന്തയിലേക്ക് കയറി കുത്തിയിരുന്നു. സംഭവം എന്തെന്നും മനസ്സിലാകാതെ കുഞ്ഞമ്മയും ജിസിയും മുൻവശത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇവിടെ കയറി കുത്തിയിരിക്കണ്ട. ഇന്ന താക്കോല് എവിടെയൊക്കെ കൊടുക്കേണ്ടതെന്ന് അറിയാലോ അല്ലേ? അവൾ സ്കൂട്ടറിന്റെ താക്കോൽ നീട്ടിയപ്പോ അവന്റെ മുഖം വിടർന്നു. പിന്നെ എനിക്കറിയാന്നേ. അവൻ സ്കൂട്ടറിലേക്ക് കയറിയിരുന്നു. എടാ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. നീ ആയതുകൊണ്ടാ ഞാൻ ഈ സ്കൂട്ടർ തരുന്നേ. റോസ് ചേച്ചി ചുമ്മാ പേടിക്കാതിരിക്കുന്നേ. അവൻ സ്കൂട്ടർ മുന്നോട്ടെടുത്ത് നിർത്തി. ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. ഇന്ന് തൊട്ട് ആ പ്രജിത്തേട്ടന്റെ ബേക്കറിയിലേക്ക് ഇവിടുത്തെ പലഹാരങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ, അയാൾ അതും പറഞ്ഞോ? അങ്ങേരോട് പോകാൻ പറ ചേച്ചി. അതിനു പകരം വേറെ 2 ബേക്കറികളിലെ ഓർഡറുകളെ ഞാൻ പിടിച്ചു തരും. ഇല്ലേ തന്നെ ഇനി നമുക്ക് എന്തിനാന്ന് ഈ ബേക്കറികളിലേക്ക് ഓർഡറുകൾ? അതും പറഞ്ഞിട്ടവൻ സ്കൂട്ടർ വേലിക്കെട്ടിന് പുറത്തേക്കെടുത്ത് ഓടിച്ചു പോകുന്നത് നോക്കി റോസ് അരമതലിൽ ചാരി നിന്നു. ഈ മീനൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങാറുണ്ടോ ചേച്ചി? കുളക്കരയിൽ നിന്നും ജെസിയുടെ ചോദ്യം കേട്ട് റോസ് തിരിഞ്ഞു നോക്കി. കുളത്തിൽ ഇറങ്ങി നിന്ന് മീനിന് തീറ്റ കൊടുക്കുകയായിരുന്നു അവൾ. പിന്നെ വാങ്ങാതെ? കരയിലുള്ള പലരും വന്ന് വാങ്ങാറുണ്ട് കൊച്ചെ. അവളോട് സംസാരിച്ചുകൊണ്ട് തലേ ദിവസം ഇട്ട ഇലയുടെ തണ്ടുകളും മറ്റും വാരിയെടുക്കുന്നതിനിടയിലാണ് യാമിയും വൃശ്ചികയും കൂടി അങ്ങോട്ടേക്ക് എത്തിയത്. തെങ്ങിൽ ചാരി ഇരിക്കുകയായിരുന്ന ജെസിയുടെ അടുത്തേക്ക് അവരും ഇരുന്നു. നിന്നെ ഇവിടെ കണ്ടപ്പോഴാടി ഞങ്ങൾക്കൊരു സമാധാനമായി. നീ വിഷമിച്ചിരിക്കായിരിക്കുമെന്നാ ഞങ്ങൾ ഓർത്തെ. വൃശ്ചിക പറഞ്ഞത് കേട്ട് മങ്ങിയ ഒരു ചിരിയോടെ റോസ് കുളത്തിൽ നിന്നും കയറി അവരോട് ചേർന്നിരുന്നു. ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നാലേ അപ്പച്ചന്റെയും അമ്മച്ചയുടെയും ആത്മാക്കള് സഹിക്കത്തില്ല പിള്ളേരെ. അതുകൊണ്ട് വേദനയൊക്കെ ഞാനങ്ങ് മറക്കുവാ. മുഖത്ത് ചിരിയായിരുന്നെങ്കിലും അവളുടെ ഉള്ളിലെ വേദന തിരിച്ചറിഞ്ഞതുപോലെ അവർ നിശബ്ദരായി. ഇന്നലെ ഞാൻ കാരണം നിന്റെ കല്യാണ ഡ്രസ് എടുക്കല് മുടങ്ങിയല്ലേ? റോസിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ യാമി അവളെ ചേർത്തു പിടിച്ചു. പുറത്തെ ബഹളം കേട്ട് ഇറങ്ങി നോക്കിയ ശ്രീകാന്ത നിന്നെ കണ്ടേ. അവൻ ഓടി വന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങളും വിവരം അറിഞ്ഞത്. അന്നേരം വൃശ്ചിയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവളാ സേതുവേട്ടനെ വിളിച്ചു പറഞ്ഞത്. ആലോചനയിലാണ്ടിരുന്ന റോസ് ഒന്ന് മൂളി. ഇന്നലെ ശരിക്കും എന്താടി പറ്റി? വൃശ്ചിക ചോദിച്ചു. അവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞത് അമ്മച്ചി റോഡ് പെട്ടെന്ന് ക്രോസ് ചെയ്തുകൊണ്ട് പറ്റിയെന്നാ. അതെ വൃശ്ചി, നിങ്ങളുടെ കടയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന ഒരാളെ കണ്ടിട്ട് വലിയേട്ടാന്നും വിളിച്ചുകൊണ്ട് അമ്മച്ചി റോഡ് ക്രോസ് ചെയ്തതാ. കേട്ടിരുന്ന 3 പേരുടെയും മുഖം ഒരുപോലെ ചുളിഞ്ഞു. വലിയേട്ടാന്നോ? വൃശ്ചിക ചോദിച്ചു. അതെ, അമ്മച്ചിക്ക് 2 ഏട്ടന്മാരാ ഉള്ളത്. മൂത്തയാള് ബാലകൃഷ്ണനും രണ്ടാമത്തെ ആള് ബ്രഹ്മാനന്ദനും.
അന്നൊരിക്കൽ നീ കടയുടെ പേര് പുതുശ്ശേരി ടെക്സ്റ്റൈൽസ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് ഓർക്കുന്നോ? ഓ, പക്ഷെ ശിവനന്ദൻ എന്ന് പേര് കേട്ടപ്പോ അതിലൊന്നും നീ പറയുകയും ചെയ്തതല്ലേ? അതെ, പക്ഷെ ഇന്നലെ കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ നോക്കിയ അമ്മച്ചിയാ വലിയേട്ടാന്ന് വിളിച്ചതെന്ന് എനിക്ക് ഉറപ്പാ. കഴിഞ്ഞ ദിവസത്തെ സംഭവം ഒന്നുകൂടെ ഓർത്തെടുത്തുകൊണ്ട് റോസ് പറഞ്ഞു. ഒരു വെളുത്ത ഷർട്ടും മുണ്ടോ ആള് ധരിച്ചിരുന്നത്. നല്ല ഉയരമുണ്ട്. ചിലപ്പോ കടയിൽ വന്ന ആരെങ്കിലും ആയിരിക്കും. യാമി പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് ജെസിയും തലയിളക്കി. എന്നിട്ട് അയാളെ ആക്സിഡന്റ് കണ്ടില്ലായിരുന്നോടി? ഇല്ല വൃഷ്ടി, അപ്പോഴേക്കും അയാൾ കാറി കയറി പോയിരുന്നു. വീണ്ടും ഒന്ന് ആലോചിച്ചിട്ട് റോസ് വൃശ്ചികയെ നോക്കി. നിന്റെ ആ മുതലാളി ആക്സിഡന്റിന്റെ കാര്യം അറിഞ്ഞായിരുന്നോ? അവൾ ചോദിച്ചു. ഇല്ല, ഇന്നലെ പുള്ളിക്കാരന്റെ വില്ലിച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ യാമിയുടെ അടുത്ത് നിൽക്കുമ്പോഴാ അവരൊന്ന് ചിറങ്ങിപ്പോയത്. എവിടേക്ക് പോവുകയാണെന്നും ഒരാഴ്ച കഴിഞ്ഞതിന് ഉണ്ടാകുമെന്നും അവിടെ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞു വരവെ പെട്ടെന്ന് അവരുടെ കണ്ണുകൾ വിടർന്നു. റോസെ, നീ പറഞ്ഞത് വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ച ഒരാളായിരുന്നു എന്നല്ലേ? വൃശ്ചികയുടെ സ്വരത്തിലെ ആ ആവേശം കണ്ട് റോസിനും സംശയമായി. അതെ. അങ്ങേരുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു കറുത്ത പാന്റും നീല ഷർട്ടും ധരിച്ചിട്ടൊരാള്? അതൊന്നും ഓർക്കുന്നില്ലടി. ആരൊക്കെയോ ഉണ്ടായിരുന്നത് പോലെ തോന്നി. ശരിയാണോ എന്ന് എനിക്കറിയില്ല റോസമ്മോ. പക്ഷേ എനിക്കൊരു സംശയം. ഇന്നലെ നീ കണ്ടത് ശിവനന്ദൻ സാറിന്റെ വെല്ലിച്ചനെയാണോ എന്ന്? അങ്ങനെയാണെങ്കിൽ പുള്ളി തന്നെ ആയിരിക്കും നീ പറഞ്ഞ ബാലകൃഷ്ണൻ. അപ്പോ ശിവനന്ദന്റെ വെല്ലിച്ചന്റെ പേര് നിനക്കറിഞ്ഞൂടെ? യാമി ചോദിച്ചു. ഇല്ലെന്നേ, എനിക്കറിയാവുന്നത് ശിവനന്ദൻ സാറിന്റെ പേര് മാത്ര. കുറച്ചു നാളല്ലേ ആയുള്ളൂ ഞാൻ അവിടെ ജോലി കയറിയിട്ട്. പക്ഷെ ഞങ്ങളുടെ മാനേജര് പിള്ള സാറിന് അറിയാൻ പറ്റും. ഞാൻ ഇന്നൊന്ന് ചോദിച്ചു നോക്കാം. എന്തിനാ ഇത്ര പാട് കഴിക്കുന്നേ? സേതുവേട്ടനോട് ചോദിച്ചാ പോരെ? യാമി ചോദിച്ചപ്പോ റോസ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട, സേതുവേട്ടൻ ഇക്കാര്യം അറിയണ്ട. ഇനി ഒരു പക്ഷേ നമ്മൾ കരുതുന്നത് പോലെ അത് അമ്മച്ചിയുടെ വീട്ടുകാർ തന്നെയാണെങ്കിലും അവരും അറിയണ്ട എന്നെ കുറിച്ച്. ഒരുപക്ഷെ അവർക്ക് എപ്പോഴും അമ്മച്ചിയോട് ദേഷ്യമാണെങ്കിലോ? അവളുടെ ചോദ്യം ഉയർത്തിയ ആശങ്കയുടെ നിശബ്ദതയിൽ മുങ്ങി അവരാ കുളക്കരയിലിരുന്നു. വിധിയുടെ ചക്രം കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഓരോരുത്തരെയായി മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതിനോ ചീത്തയ്ക്കോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ചിന്തകളുടെ വേലിയേറ്റത്തിൽ മുങ്ങിപ്പോയി റോസും. ബിജു തിരികെ എത്തിയതിനു ശേഷം റോസ് ജെസിയെയും കൂട്ടി പള്ളിയിൽ പോയി. പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് അഗസ്റ്റിനച്ഛനെയും കണ്ടിട്ടാണ് അവർ സെമിത്തേരിയിലേക്ക് ചെന്നത്. അവിടെ ശിലാഫലകത്തിൽ അപ്പച്ചന്റെ പേരിനൊപ്പം അമ്മച്ചിയുടെ പേരും കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. കല്ലറയ്ക്ക് മുകളിൽ തലേ ദിവസം വെച്ചിരുന്ന റീത്തുകൾ മാറ്റിയ ശേഷം അവൾ ആ പേരുകളിലൂടെ വിരലൊടിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകളെ ജെസി കാണാതെ അമർത്തി തുടച്ചിട്ട് വേലിക്കരികിൽ നിന്നും പൊട്ടിച്ചെടുത്തിരുന്ന റോസാപ്പൂക്കൾ അവൾ ആ കല്ലറയ്ക്ക് മുകളിൽ നിരത്തി വെച്ചു. അമ്മച്ചി, ഈ റോസൊക്കെ ഞാൻ കൊണ്ടുപോകട്ടോ? വേണ്ട, അതൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ. അത് കാണുമ്പോ നീ ഇവിടെ വീടിനകത്ത് തന്നെ ഉള്ളതുപോലെ തോന്നും. പ്രജിത്തിന്റെ വിവാഹാലോചന നടന്ന അവസരത്തിലൊരിക്കെ രാത്രിയിൽ പടിയിലിരുന്ന് അമ്മച്ചിയോട് സംസാരിച്ചതും അതിനമ്മച്ചി പറഞ്ഞ മറുപടിയും ഓർക്കവേ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കല്ലറയ്ക്ക് മുകളിൽ നിരത്തി വെച്ച പൂക്കളെ തലോടിക്കൊണ്ടവൾ മന്ത്രിച്ചു. അമ്മച്ചി പേടിക്കണ്ടോ, ഞാൻ എങ്ങും പോവത്തില്ല. കൊണ്ടുവന്ന മെഴുകുതിരികൾ കത്തിക്കാൻ ജെസിയും കൂടെ കൂടി. റോസിന്റെ ആഗ്രഹപ്രകാരം അല്പനേരം കൂടി അവിടെ ചിലവഴിച്ചിട്ടാണ് അവർ തിരികെ വീട്ടിലേക്ക് മടങ്ങിയത്. സ്റ്റെല്ല കുഞ്ഞമ്മ അവരെയും കാത്ത് വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ തന്നെ നിൽക്കാനാണോ റോസേ നിന്റെ തീരുമാനം? അകത്തേക്ക് കടക്കുമ്പോ കുഞ്ഞമ്മ ചോദിച്ചു. അതെ കുഞ്ഞമ്മേ, ജനിച്ചു വളർന്ന ഈ വീടും അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കൈകളിൽ പിടിച്ചു നടന്ന ഈ വഴികളും വിട്ടൊരു ജീവിതം എനിക്കാവില്ല. സ്റ്റെല്ല കുഞ്ഞമ്മയിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു. കുഞ്ഞമ്മ പേടിക്കണ്ട, ഇവിടെയുള്ളവരൊക്കെ എന്താവശ്യത്തിന് ഓടിയെത്തുന്നവരാ. റോസിന്റെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്താനാവാതെ അവർ ആ സ്വീകരണ മുറിയിലെ കസേരയിലേക്കിരുന്നു. 40ന്റെ അന്ന് വരെ ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിക്കുക. ജെസി നാളെ പോകും, അവൾക്ക് ക്ലാസ് ഉള്ളതല്ലേ. കുഞ്ഞമ്മ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒറ്റക്കായി പോകുമല്ലോ എന്നോർത്തുള്ള പേടിയൊന്നും വേണ്ട. ഒറ്റക്ക് ജീവിക്കുന്നവരും ഒത്തിരി പേരില്ലേ കുഞ്ഞമ്മേ. ആ, എന്നാലും ഈ കാര്യം അറിഞ്ഞിട്ടും സ്റ്റീഫച്ചായനൊന്നും വന്നില്ലല്ലോ എന്ന് ഓർക്കുക. വരാഞ്ഞത് നന്നായി. ആത്മാർത്ഥതയില്ലാത്ത ആശ്വാസവാക്കുകൾക്ക് മുന്നിൽ അഭിനയിക്കേണ്ടി വന്നില്ലല്ലോ. ആ, ഒരു കണക്കിന് അതും നേരാ.
മനസ്സിലെ വിഷമം നെടുവീർപ്പിൽ ഉരുക്കിക്കൊണ്ട് അവർ പറഞ്ഞു. അന്നേരമാണ് റോഡിലൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത്. അവർ പുറത്തേക്ക് എത്തി നോക്കി. ഗേറ്റ് കടന്ന് നടന്നു വരുന്ന രാമാനുജനാചാരി വക്കീൽ. തീരെ പ്രതീക്ഷിക്കാതിരുന്ന ആളെ കണ്ട് റോസിന് അത്ഭുതം തോന്നി. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നപ്പോ കുഞ്ഞമ്മയും ജെസ്സിയും ആ കൂടെ ചെന്നു. വീടും ചുറ്റുപാടും വിശദമായി നോക്കിക്കൊണ്ടാണ് വക്കീലിന്റെ വരവ്. വരൂ സാർ. അവൾ വിളിച്ചത് കേട്ട് വക്കീൽ അവളെ നോക്കി കൈ കൂപ്പിക്കൊണ്ട് അകത്തേക്ക് കയറി. സാറ് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. സ്വീകരണ മുറിയിലെ കസേരയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞത് കേട്ട് വക്കീൽ ഒന്ന് ചിരിച്ചു. മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ്. ഇന്നാ വിവരം അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോന്നതാ. എന്റെ പ്രധാനപ്പെട്ട ക്ലയൻസിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ വന്ന് കാണേണ്ടതൊരു മര്യാദയല്ലേ? ഞാനോ ക്ലയന്റോ? റോസ് വക്കീലിനെ നോക്കി അത്ഭുതം കൂറി. യെസ്, റോസ്മേരിക്ക് വേണ്ടി ഇപ്പോ ആ കടയും ടീ ഫാക്ടറിയും ഒക്കെ ഞാനല്ലേ മാനേജ് ചെയ്യുന്നത്. ഞാനൊന്ന് പറഞ്ഞില്ലേ, 1 വർഷത്തോളം അതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ടും റോസ്മേരി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മാത്രം അതെല്ലാം പള്ളിയിലെ അനാഥാലയത്തിന് കൊടുക്കേണ്ടി വരുമെന്ന്. അറിയാം സാർ. ഓക്കെ, ലീവ് ഇറ്റ്. കുട്ടി എന്തായാലും ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അമ്മച്ചിക്ക് ഇന്നലെ പറ്റിയത് ആക്സിഡന്റ് ആയിരുന്നു അല്ലേ? ആ ചോദ്യത്തിൽ റോസിന്റെ മുഖം മങ്ങി. അതെ സാർ. കുട്ടി ആ സമയം അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? വണ്ടി മനഃപൂർവ്വം കൊണ്ടൊന്ന് ഇടിക്കുകയായിരുന്നു എന്നോ മറ്റോ തോന്നിയായിരുന്നു? വക്കീലിന്റെ ചോദ്യം കേട്ട് റോസിന്റെ മാത്രമല്ല കുഞ്ഞമ്മയുടെയും ജെസ്സിയുടെയും മുഖം ചുളിഞ്ഞു. ഇല്ല, അമ്മച്ചി പെട്ടെന്ന് നോക്കാതെ റോഡ് ക്രോസ് ചെയ്തതാ. എന്താ സാർ അങ്ങനെ ചോദിച്ചേ? ഏയ്, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. റോസിന് വേണ്ടി ഒരു കല്യാണാലോചന നടന്നതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അമ്മച്ചി കൂടെ ഇല്ലാതായാൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരു പെൺകുട്ടി വിവാഹാലോചനയ്ക്ക് പെട്ടെന്ന് സമ്മതിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഞങ്ങള് വക്കീൽമാരുടെ ചിന്താരീതി വെച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ ആയിക്കൊള്ളൊന്നുമില്ല. വക്കീലിന്റെ ആ സംശയം റോസിന്റെ ഉള്ളിലും ഒരു കരിനിഴൽ വീഴ്ത്തി. വിഷമിക്കുകയൊന്നും വേണ്ട, കരുതിയിരിക്കാൻ ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടേ പറയാൻ മടിക്കണ്ട. റോസ്മേരിക്ക് അർഹതപ്പെട്ട കാശ് തന്നെയാ ബാങ്കിൽ കിടക്കുന്നേ. അതിന്റെയൊക്കെ ഫോർമാലിറ്റീസ് ഒന്ന് തീർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മുഖമുയർത്തി വക്കീലിനെ നോക്കിയ റോസ്മേരിയുടെ ഭാവം മാറിയിരുന്നു. വക്കീൽ സാറേ, അപ്പാപ്പൻ എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഞാൻ ഒരുക്കാം. വക്കീലിനൊപ്പം സ്റ്റെല്ല കുഞ്ഞമ്മയുടെ മുഖം തെളിഞ്ഞു. വെരി ഗുഡ്, അത് തന്നെയാ വേണ്ടതും. സ്വന്തം മകൾക്ക് അർഹതപ്പെട്ട സ്വത്ത് ലഭിച്ചതറിഞ്ഞ് റോസ്മേരിയുടെ അപ്പച്ചന്റെ ആത്മാവ് സന്തോഷിക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാ സാറ് ചെയ്തോളൂ, ഞാൻ തയ്യാറാ. പട്ടണത്തിലെ മേരി സ്റ്റോഴ്സ് എന്നറിയപ്പെടുന്ന സൂപ്പർ മാർക്കറ്റും കുട്ടിക്കാലത്തെ തേയിലത്തോട്ടങ്ങളും മേരീസ് ടീ ഫാക്ടറി എന്ന ഫാക്ടറിയുമാ ഇപ്പോ റോസ്മേരിയുടെ പേരിലുള്ളത്. പിന്നെ അന്ന് പറഞ്ഞതുപോലെ ബാങ്കിൽ കിടക്കുന്ന കാശിന്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും 3/1 റോസ്മേരിക്കുള്ളതാ. റോസ്മേരി ഇപ്പോ സമ്മതിച്ച സ്ഥിതിക്ക് അതൊക്കെ റോസ്മേരിയുടെ പേരിലേക്ക് ആക്കാനുള്ള നടപടികൾ ഞാൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാം. ബാങ്കിലെ കാശും ഫിക്സഡ് ഡെപ്പോസിറ്റും എത്രയും വേഗം റോസ്മേരിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ കടയും ഫാക്ടറിയും തോട്ടങ്ങളും ഒക്കെ റോസ്മേരിയുടെ പേരിലാക്കി രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. എങ്കിലും 1 മാസത്തിനപ്പുറം പോകത്തില്ല. പക്ഷെ രണ്ടിടത്തെയും ചാർജ് ഏറ്റെടുക്കാൻ അതൊന്നും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. റോസ് കസേരയിൽ അല്പം കൂടി മുന്നോട്ട് കയറിയിരുന്നിട്ട് വക്കീലിനെ നോക്കി. ഇതൊക്കെ ഇപ്പൊ വക്കീൽ സാറ് നോക്കുന്നതെങ്കിലും മാനേജ് ചെയ്യുന്ന ആരെങ്കിലും കാണുമല്ലോ, അതൊക്കെ ആരാണ്? അവളുടെ ചോദ്യം കേട്ട് വക്കീലിന്റെ മുഖത്തൊരു ചിരി തെളിഞ്ഞു. ടൗണിലെ സൂപ്പർ മാർക്കറ്റ് നോക്കുന്നത് ഒരു റോയ് തോമസ് ആണ്. ആളെ വിശ്വസിക്കാം, കുഴപ്പമില്ല. കടക്കകത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു സ്ത്രീയാണ്, പേര് സുജ. പിന്നെ തേയില ഫാക്ടറിയുടെ മാനേജർ ഒരു ദേവസിയാണ്. ആളെ സേവിച്ച നിയമിച്ചതാ. അതുകൊണ്ട് തന്നെ ഒരു ചായവ് അങ്ങോട്ടും ഉണ്ട്. മാത്യു ചായന്റെ ഒരു വിശ്വസ്തനുണ്ടായിരുന്നു, ഒരു രാജു. അയാളായിരുന്നു അവിടുത്തെ മാനേജർ. അയാളെ അസിസ്റ്റന്റ് മാനേജരാക്കി തരം താഴ്ത്തിയിട്ട് ആ സേവിച്ചൻ ഈ ദേവസിയെ നിയമിച്ചത്. കൂടാതെ അവിടെ അക്കൗണ്ട്സ് നോക്കുന്നത് ഒരു സ്കറിയയും അയാളെ അസിസ്റ്റ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയും ആ രേഖ. അവരൊന്നും കുഴപ്പമില്ല. പിന്നെ തോട്ടങ്ങളുടെ ഒരു കങ്കാണി ഉണ്ട്, ജോയ്. അവനും പണ്ട് തൊട്ടേ ഉള്ളതാ. ആ ദേവസി എന്ന് പറഞ്ഞ ആളെ ആദ്യം മാറ്റണം. ബാക്കിയുള്ളവരൊക്കെ വിശ്വസിക്കാവുന്നവരാണെന്നല്ലേ വക്കീൽ സാറ് പറഞ്ഞ്. അപ്പൊ അവര് തുടരട്ടെ, പിന്നെ നോക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്യാം. അവരുടെ ആദ്യത്തെ തന്നെയുള്ള അഭിപ്രായം കേട്ട് വക്കീൽ ചിരിച്ചു. ജോസഫിന്റെ മകള് തന്നെ. വക്കീലിന്റെ അനുമോദനം കേട്ട് റോസിന്റെ ചുണ്ടിലും വിരിഞ്ഞു ഒരു നിറം മങ്ങിയ ചിരി. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഹൈപ്പും കൂടി നൽകി സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക് യു. See